അയ്യോ നമ്മുടെ വണ്ടി കയറുന്നേ. ഇത് വീടാണത്. വാവ്, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വീട് അല്ലേ? ഇവിടെ അന്ന് നിങ്ങൾ വന്നിരുന്നു. ഇവർക്ക് മലയാളമൊക്കെ സംസാരിക്കാൻ അറിയാം. പേരെന്തായിരുന്നു നിങ്ങളെ? കൃഷ്ണ. ചേച്ചിന്റെ വീട് കോട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചേട്ടന് അവിടെ പോയി ആ കാണുന്ന അക്കരക്ക് നമ്മൾ എത്തണം. ദൂരം അത്യാവശ്യം ഉണ്ട്, പക്ഷെ മോട്ടോർ ബോട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് എത്തുമായിരിക്കും. കാരണം വീട്ടിൽ നിന്നിട്ട് പ്രാവിനൊക്കെ വളർത്തും. അതിന് കൂടെ കെട്ടിച്ചിരിക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഈ കാണുന്ന നദി ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് സുഹൃത്തുക്കളെ കബനി റിവർ. ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് നാഗർഹോള ടൈഗർ റിസർവ് ആണ്, നാഷണൽ പാർക്ക്. അപ്പോൾ ഈ നദി മുറിച്ച് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അതായത് കർണാടകന്റെ പരിധിയിൽപ്പെടുന്ന ഗണ്ടത്തൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു ചെറിയൊരു വില്ലേജാണ്, അതായത് ടൗണൊക്കെ ആയിട്ട് ഒരുപാട് വിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവര് ഏറ്റവും കൂടുതൽ കർണാടകയിലുള്ള ടൗണിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ഇവര് നദി മുറിച്ച് കടന്ന് ഈ ടൈഗർ റിസർവിലൂടെ കുറെ ദൂരം യാത്ര ചെയ്ത് കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിയിട്ട് കേരളത്തിലെ ചില ടൗണിലേക്ക്, അതായത് മാനന്തവാടി, വയനാട് മാനന്തവാടികളിൽ വന്ന് ആണ് ഇവർ പോകുന്നത്. അപ്പം ഡിസ്റ്റൻസ് ഉള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ബൈക്കിലാണ് നമ്മൾ വന്നത്. ബൈക്ക് ബോട്ടിൽ കയറ്റിട്ട് നമ്മളിന്ന് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഈ സംവിധാനം ഇവിടെ ഇല്ല എങ്കിൽ, ഈ ബോട്ട് സംവിധാനം ഇല്ല എങ്കിൽ ഏകദേശം ഒരു 35 കിലോമീറ്ററോളം അധികം യാത്ര ചെയ്ത് മാത്രമേ ഇവർക്ക് ഈ വയനാടിന്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവർക്ക് ഇവിടുന്ന് മൈസൂരിലേക്കൊക്കെ മറ്റോ പോവുകയാണെങ്കിൽ 80 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യണം. അതുകൊണ്ട് ഇതാണ് ഒരൊറ്റ ഓപ്ഷൻ. നമ്മൾ ഇന്ന് ആ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് വണ്ടി തള്ളി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ആ ബോട്ടിലേക്കാണ് കയറ്റണ്ടേ. ഗുരു, ഞാൻ ബാക്ക് പിടിക്കാം. അതാ, എനിക്ക് കോളും വന്നല്ല അതിന്റെ ഇടയ്ക്ക്. ബൂട്ട് അയക്കേണ്ടി വരും, ഇല്ല നടക്കൂല. ഇവരൊക്കെ അങ്ങനെ ഓടിച്ചോണ്ടാ പോകുന്നത്. നമുക്കും അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അയ്യോ നമ്മുടെ വണ്ടി കയറുന്നേ. ബിസ്മില്ല. ഞാൻ എന്റെ കയ്യില് അവിടെ അധികം നിർത്തുക. അയ്യോ, താഴെ ഇറക്കണോ? കമ്മിങ്. വെയിറ്റ് ഗുരു. താഴേക്ക് ഇറക്കണ്ടേ? സെൻട്രൽ സ്റ്റാൻഡേർഡ് ആണോ? സെൻട്രൽ സ്റ്റാൻഡേർഡ്. പിടി. ഓക്കെ. നമ്മള് ബൈക്ക് കയറ്റി. ഇത് വൺ സൈഡ് വെയിറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെവിടെ വെക്കുക? അപ്പൊ ഇനി കയറണ ബൈക്കോ? അയ്യോ, ഇത് പിടിക്കണല്ലോ, അല്ലെങ്കിൽ മാറി. ബൈക്കില്ല, ബാക്കി ನಾವು ಆಗ್ಲೇ ಬಂದ್ಬಿಡ್ತೀವಿ. ಎಲ್ಲವರೆಗೆ ಯಾರು ನೋಡಕ್ಕೂ ಪುನಃ 3 ಕಿಲೋಮೀಟರ್ ಆ ಮೂರು ನಡ್ಕೊಂಡು ಸ್ಟಾರ್ಟ್ ಆಗಿಯೋ? നമ്മള് ബോട്ട് പുറപ്പെട്ടു ഗൈസ്.
ഗൂഗിൾ പേ സംഭവം ആ കാണുന്ന അക്കരക്ക് നമ്മൾ എത്തണം. ദൂരം അത്യാവശ്യം ഉണ്ട്, പക്ഷെ മോട്ടോർ ബോട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് എത്തുമായിരിക്കും. ബൈക്കിൽ കയറ്റാൻ 100 രൂപയാണ് ചാർജ്, ആൾക്ക് 20 രൂപയേ ഉള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കേട്ടാ. ഇത് CCTV നിരീക്ഷണത്തിലാട്ടോ. ഇതെവിടെ ക്യാമറ? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഉണ്ടല്ലേ, കണക്ക് കൊടുക്കേണ്ടി വരും. പൈസ ഉണ്ടോ ക്യാഷ് ആയിട്ട്? ബീബ്രോ പൈസ കൊടുക്കുക. ടിക്കറ്റ് തരൂ കേട്ടോ കയ്യില്. കയ്യില് ക്യാഷ് വെച്ചിട്ട് പറഞ്ഞോട്ടോ വരുമ്പോ. ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല. ಎರಡು ಜನ ಒಂದು ಬೈಕ್, ಒಂದು ಜನ ಒಂದು ಬೈಕಾ? ഓക്കെ. ബൈക്കിന് ഒരാൾക്കും ചേർത്തിയ 100 അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ 120 രൂപ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അക്കരക്ക് എത്താറായിട്ടോ. അടിപൊളി പരിപാടി, നൈസ് എക്സ്പീരിയൻസ്. ഓ കരയൊക്കെ അടുത്തിട്ടാ മതിയായിരുന്നു. എല്ലാം സെറ്റാണ്. കൂടിപ്പോയ വെള്ളത്തിലേക്ക് വീടും. വെള്ളത്തിലുണ്ടാവുമല്ലോ അല്ലേ? ബുള്ളറ്റൊക്കെ ആയിട്ട് വന്നാ കുടുങ്ങി അല്ലേ? പോവൂലേ? എടുക്കാൻ അതന്നെ അല്ലേ, അവർക്ക് കഴിയണ്ടേ? അതെ, ഹാൻഡിൽ പിടിക്കണ്ടേ? ഗിയറിലല്ല. അതാണ് നമ്മളറിയാത്തവര് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ. അതന്നെ കൈ പറ്റുന്ന ആൾക്കാർ വേണ്ട. മൈ ഗോഡ്, വല്ലാത്ത എക്സ്പീരിയൻസ് ആയിപ്പോയി. ഞാൻ കുറെ പ്രാവശ്യം പോയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾ ആദ്യമായിട്ടാ? പക്ഷെ ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലല്ലോ. ആദ്യമായിട്ടാണെങ്കിലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ്. നിങ്ങൾക്ക് പേടിയുണ്ടേ, നിങ്ങളുടെ ബൈക്കുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാറിൽ വന്നു, എന്നിട്ട് ചുമ്മാ വെറുതെ കയറി ഇരുന്നെങ്കിൽ പോകാൻ. കാറ് ജസ്റ്റ് തിരിച്ചു പോയത്. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. എന്താണ് അവിടുത്തെ കാഴ്ച നമുക്കറിയില്ലല്ലോ. ഇവിടെ തിരിച്ചു പോയി. അങ്ങോട്ട് കയറി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ച് ഈ ബോട്ടിൽ തന്നെ കയറി അക്കരയ്ക്ക് പോയി. ഇന്ന് നമുക്ക് അരിച്ചു പറക്കാം. എന്താണ് പേര് പറഞ്ഞതിന്റെ? ഗണ്ടത്തൂര്. നമ്മൾ ഗണ്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. നമ്മളുണ്ടോ വിജയകരമായിട്ട് നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ച് ബൈക്ക് ഒരു പോറലില്ലാണ്ട് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതാണ് ഇവിടെ മറ്റേ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെ കുറെ വരുന്നുണ്ടല്ലോ അല്ലേ? ഫോറസ്റ്റിന്റെ റൈഡ് ഉണ്ട് കേട്ടോ അതില്. അപ്പൊ അത് ഫോറിനേഴ്സ് ഒക്കെ ഒരുപാട് ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവരങ്ങനെ ആ ഭാഗത്തേക്ക് പോയി. ഇപ്പോ ഗുണ്ടത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ, വണ്ടി എടുക്കാൻ പോവാം. ഏതായാലും നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. ഇനി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ബൈക്കുകളാണത്.
അപ്പോൾ നമുക്കാണ് ഇതൊക്കെ അത്ഭുതം. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വലിയ നിസ്സാരമുള്ള ഒരു കാര്യം മാത്രമാണ് അല്ലേ. ഇതിൽ കൂടെ അങ്ങനെ പോയാൽ ഗണ്ടത്തൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമം. സമയം ഏകദേശം 5 മണിയായി. എത്ര നേരം നമ്മളിത് ഷൂട്ട് ചെയ്യുന്നുള്ളത് അറിയില്ല. ലൈറ്റ് ഫെയിലർ ആവാൻ പാടില്ല. അതിന് മുമ്പ് നമുക്ക് ഗ്രാമം ഒന്ന് കാണാൻ പറ്റും നോക്കാം. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ? നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ. പഴയ കാലത്തെ വീടുകളൊക്കെ ഏട്ടാ. ഓൾഡ് സ്റ്റൈൽ വില്ലേജ്. ഗണ്ടത്തൂർ എന്ന് പറഞ്ഞ വില്ലേജിന്റെ തുടക്കമാണോ എന്ന് എനിക്കറിയില്ല. ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. റിവർ കടന്ന് കുറച്ചിപ്പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഈ ഗണ്ടത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമം തുടങ്ങുന്നു. ഇവിടെ വീടുകളൊക്കെ കാണാം. ഒരുപാട് പഴയ ടൈപ്പ് വീടുകളൊക്കെ ഉണ്ട്. അവിടെ അതിന്റെ റിവർ കാണാം. റിവർ പ്ലസ് കബനി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ, അതായത് റിസർവയറും കൂടെ ചേർന്നിട്ടുള്ളതാണ് ആ ഒരു ഇത്രയും ദൂരം നമ്മൾ പുഴ മുറിച്ച് കടന്ന അത്രയും ഭാഗം. ഇവിടുത്തെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വീടുകളൊക്കെ തുടങ്ങുന്നുണ്ട്. പഴയ കാലത്തെ ടൈപ്പ് ഓടിട്ട മച്ചുമ്പുറമൊക്കെ ഉള്ള വീടുകളൊക്കെ ഈ ഭാഗത്തൂടെ ഒരുപാടുണ്ട്. ഇതിന്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ വീടുകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഈ ബാവലി ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അത്രേ. അതുപോലെ ബാവലി ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്തേക്കൊന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മലയാളികൾ കൂടുതലുണ്ടായിരുന്നു. നമ്മൾ ബോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിരുന്നു അതിൽ മലയാളം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ബാവലി എന്നുള്ളതാണ് അവർ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ബോട്ട് ഈ റിവർ മുറിച്ച് കടന്നിട്ടാണ് അവരിങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ഒരു വീടാണ്. നമ്മളൊരു വീട്ടിന്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇത് വീടാണത്. വാവ്, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വീട് അല്ലേ? ഇവിടെ അന്ന് നിങ്ങൾ വന്നിരുന്നു. നിങ്ങൾ വീടാ? മലയാളം അറിയില്ല നിങ്ങൾക്ക്? കുറച്ച് അറിയില്ലേ? അയ്യോ, ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോ നിങ്ങള് മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാ? കൃഷി ഉണ്ടോ സ്ഥലം? എന്താ കൃഷി ചെയ്യുന്നത്? രാഗി, ചോള ഇതൊക്കെ കൃഷി ചെയ്യുന്നതാണ്. ഇവർക്ക് മലയാളമൊക്കെ സംസാരിക്കാൻ അറിയും. പേരെന്താ നിങ്ങളെ? കൃഷ്ണ എന്ന് പറഞ്ഞാണ് ചേട്ടന്റെ പേര്. ചേട്ടന്റെ വീടാണ് ഈ കാണുന്നതില്ലേ. എങ്ങനെയുണ്ട് വീട്? ചെറിയ പുല്ല് മേഞ്ഞ മേൽക്കൂരൊക്കെ ഉള്ള കുഞ്ഞൊരു വീട്. അടിപൊളി. പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഇനിയും വീടുകളുണ്ട്. ഓക്കെ, എല്ലാം ചാണകം മെഴുകിയാണ് മുറ്റൊക്കെ അല്ലേ ഇവിടെ? മുല്ല ചാണകം മെഴുകി. ഗുരു ശിവലിംഗ. മലയാളം അറിയോ? സമാധാനം. നിങ്ങള് കല്യാണം കഴിച്ചത് ആ ഭാഗത്തുനിന്നാ? കാട്ടിക്കുളോ? ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് കൊട്ടിയൂര് താഴെ കണ്ണൂർ ഡിസ്ട്രിക്ട്. ആ കൊട്ടിയൂരല്ലേ? അവിടെ കാട്ടിക്കുളം. ഓക്കെ. ഫോട്ടോ കണ്ടിട്ടില്ലേ? അത് പുല്ലിന്റെ ഇങ്ങനെ വീടാണ്. വലിയ വീട്, പഴയ വീടാണ്. 300 വർഷം പഴക്കമുള്ള വീട്. ഇത് കുടുംബം. ഏത് ചേകാടിയിലുള്ള? ചേകാടിയല്ല, അത് കോട്ടൂര്. ചേച്ചിന്റെ വീടാണോ? ചേച്ചിന്റെ അച്ഛന്റെ തറവാടാ? കോട്ടൂരില്ലേ? കോട്ടൂര്. ചേച്ചിന്റെ വീട് കോട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചേട്ടന് അവിടെ പോയിട്ട് ചേച്ചിനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ട് കൊടുന്നു. അപ്പൊ ചേച്ചിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ബന്ധുക്കളല്ലത്? അപ്പൊ കോട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമുക്കറിയാലോ, ഈ കോട്ടൂര് ചേകാടി ആ ഭാഗത്തേക്ക് വന്നിട്ട് ഒരുപാട്
വർഷങ്ങൾ പഴക്കമുള്ള, അതായത് 200-300 വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് പുല്ലുവീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹിസ്റ്റോറിക് ആയിട്ടുള്ള നമുക്ക് പോയാൽ കാണാൻ പറ്റും. ഇപ്പോഴും അതേ പഴമ പോലെ തന്നെ കാത്ത് സൂക്ഷിക്കുന്നുണ്ട് അവര്. അവിടെ ഉള്ള ഒരു വീടുണ്ട് ഇപ്പൊ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ 300 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലുള്ള ആൾക്കാർ ചേച്ചിന്റെ പൂർവികരാണ് അല്ലെ, ബന്ധുക്കളാണ്. അപ്പൊ ആ വീട്ടിലെ ചേച്ചിയാണ് ഇപ്പൊ ഇവിടെ ഈ കണ്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ചേട്ടന്റെ പേര് ശിവലിംഗ. കൃഷിപ്പണി. പശുക്കളൊക്കെ ഉണ്ടോ? ആ, പശുവൊന്നുമില്ല അല്ലെ. ഓക്കെ, ഇതാണ് ഇപ്പൊ നിങ്ങളെ വീട്. കുട്ടികളൊക്കെ മൈസൂരിലാണ് പഠിക്കണേ? വലിയ കുട്ടികളാ? 16 വയസ്സ്. അപ്പൊ സ്കൂളിലാണ് പഠിക്കുന്നത്? ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക അല്ലെ, മൈസൂര്. ഇവിടുന്ന് മൈസൂര് പോകാൻ എത്ര ദൂരം ഉണ്ട്? അത്ര ദൂരം ഇവിടുന്നുണ്ടോ? ഓ, ബസ്സിന് പോകും. ഇവിടെ ബസ് വരുമോ? മൈസൂർ ടു? ഇല്ല, നിങ്ങള് HD കോട്ട പോയിട്ട് അവിടുന്ന് ബസ് കയറി പോകും. ഓക്കെ. അപ്പൊ ലൈഫൊക്കെ അടിപൊളി ഇവിടെ, കൃഷിയൊക്കെ ചെയ്ത് അല്ലേ? അടിപൊളി. അതെ. അല്ല, ഇതൊരു നമ്മളൊരു ഗ്രാമീണ ശൈലിയിൽ ജീവിക്കാന്നുള്ള ഒരു ഇതാണ്. വീട്ടിനിട്ടത് പ്രാവിനൊക്കെ വളർത്തും. അതിന് കൂടെ കെട്ടിച്ചിരിക്കുന്നുണ്ടോ? ഒരു ചുറ്റുഭാഗം കൃഷിയൊക്കെയാണ്. നല്ല ഗ്രാമീണ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രാമീണ അന്തരീക്ഷം. പിന്നെ മറ്റുള്ള ഗ്രാമങ്ങളും ഈ ഗ്രാമങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം, പൊതുവെ കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ ബോർഡറിലുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയാലും കർണാടകയിൽ ഈ മദ്യം അവൈലബിൾ ആയതുകൊണ്ട് ആൾക്കാർ മദ്യം കഴിക്കാനായിട്ട് കർണാടകയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇവിടെ ഈ ചാരായം ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ ആൾക്കാർ ഈ ചാരായം കുടിച്ചിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവിടെ നാട്ടിലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നാട്ടിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ആരും ഇത് കുടിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ ഇവിടെ കൊടുന്ന് വിൽക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്തൊരു ഗ്രാമമാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടുത്തെ കൃഷി ഇടങ്ങൾ അതുപോലെ തന്നെ എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും ഇതുപോലെ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേലിയില്ല. പക്ഷെ അവിടെ എല്ലാവരും പശുക്കളെ വളർത്തുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരവർ വളർത്തുന്ന പശുക്കളെ അവരവർ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ പറമ്പിലേക്കും മറ്റും ഇറങ്ങാതെ സൂക്ഷിക്കേണ്ടത് പശു വളർത്തുന്നവരെ കടമയാണ്. അപ്പോൾ തടയാൻ വേണ്ടിയിട്ടുള്ള വേലിയോ ഒന്നുമില്ല. അവരവർ സ്ഥലം കണ്ടെത്തിയിട്ട് അതിനെ കെട്ടിയിട്ട് അവിടെ തന്നെ അവരൊരു കസ്റ്റഡിയിൽ വളർത്തുക. അങ്ങനെ ഒരുപാട് ചിട്ടകൾ പരിപാലിച്ചു വരുന്ന ഒരു ഗ്രാമമാണ് ഈ സ്ഥലം. ഇവിടുന്ന് മൈസൂർ 80 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ ഇവരിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ, കാര്യപ്പെട്ട സാധനങ്ങൾ പർച്ചേസിനൊക്കെ ഇവർ ഇവിടുന്ന് പോകുന്നത് ഈ പുഴ കടന്ന് അപ്പുറത്ത് കേരള ബോർഡറിലേക്ക് കടന്ന് മാനന്തവാടി വരെ പോകുന്ന പറഞ്ഞത്. സ്വർണം മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ വേറെയുള്ള പഠിപ്പ് കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ കുട്ടികളൊക്കെ മൈസൂരാണ് പഠിക്കുന്നത്. അത് എത്രയും ദൂരമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് HD കോട്ട ഉണ്ട്. HD കോട്ട 35 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു ടൗൺ. അതിൻ്റെ മുമ്പ് ഇവിടെ വേറെ ബീച്ചിനള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡാം ഉണ്ട്. ഈ റിസർവറിൻ്റെ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവിടെയാണ്, ആ ഭാഗത്താണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. ഏകദേശം ഇരുട്ടാവണ മട്ടാണ്, സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ ഇതിന്റെ ബാക്കി അപ്പുറത്തേക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കാണാൻ പറ്റുമെന്നറിയില്ല, ടൈം ഉണ്ടാവുമെന്നറിയില്ല. കാച്ചില് ഇതാണ് നിങ്ങൾ ഇവിടെ ചെയ്തിരുന്നത്? ഒക്കെ പറിച്ചോ? പറിച്ച് ഇത് കൊണ്ടുപോയിട്ട് അവിടെ HD കോട്ട കൊണ്ട് കൊടുക്കും? അല്ല, ഇത് നിങ്ങള് ഫുള്ളായിട്ട് കേരളത്തിൽ പോകുന്നത്? ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോകും? അങ്ങോട്ട് പോകും അല്ലേ? അല്ലാതെ ഇവിടെ HD കോട്ട കിട്ടാൻ അങ്ങോട്ടൊന്നും കൊണ്ടുപോകില്ല. ഓ, ഇതിന്റെ കൺസ്യൂമർ മലയാളീസ് ആണ്, കേരളക്കാരൊക്കെ. ഇത് കുറച്ച് കൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പൊ കാച്ചിലിന്റെ കൃഷിയൊക്കെ കഴിഞ്ഞ് ശിവണ്ണന് ഇപ്പൊ ബാക്കിയുള്ള കൊല്ലം കൊടുത്ത് കയറ്റി വിട്ടു. അതിന് ശേഷം ബാക്കിയുള്ളത് ഇവിടെ അങ്ങനെ മൂടി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകണ്ടാവും അല്ലേ? ചേന തുടങ്ങാൻ പോവാണ് ഇതില് നാളെ. ഓക്കെ. ഏകദേശം സമയം ഡാർക്ക് ആയിട്ടോ, നമുക്ക് ലൈറ്റ് ഫെയിലർ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പ്ലാൻ ചെയ്യണം. കാരണം നമ്മൾ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇനി ഒരു 35 കിലോമീറ്റർ പോയാലേ ടൗൺ ആണ്. അപ്പോൾ ടൗൺ ചെന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഈ കണ്ടത്തൂർ എന്ന് പറഞ്ഞത് വീണ്ടും നമ്മൾ വിശദമായിട്ടൊന്ന് കാണാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടാണ്.
അപ്പോൾ നാളെ കണ്ടത്തൂരിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇതുപോലത്തെ വീടുകളും മറ്റു വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് ഇവിടുന്ന്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിച്ച് ഞങ്ങൾ പോവാണ് അടുത്ത വീഡിയോ. ബൈ.